ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. ഓസിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ അടിപൊളിയായിട്ടാണ് നമ്മൾ പഠിച്ചതാണ്. അതിലുള്ള കംപ്ലീറ്റ് കൺസെപ്റ്റുകളും ഡെറിവേഷൻസും നമ്മൾ പഠിച്ചതാണ് മക്കളെ. ഇനി ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ തുടങ്ങിയ മക്കളെ. തയ്യാറല്ലടാ? സോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലൂടെ കിടക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്. നമ്മുടെ SHMO ആയി റിലേറ്റ് ചെയ്ത് അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷനുമായി ഓറിയന്റഡ് ആയ ഒരു ചോദ്യമാണ് നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കണം. SHM is represented by y equal to 10 sin 20t plus 0.5 എന്ന എക്സ്പ്രഷൻ അവർ ഡിസ്പ്ലേസ്മെന്റ് നൽകിയിട്ടുണ്ട്. റൈറ്റ് ഡൗൺ ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ്, ആംഗുലർ ഫ്രീക്വൻസി, ടൈം പീരീഡ് ആൻഡ് ഇനീഷ്യൽ ഫേസ്. ഇത്രയും പാരാമീറ്റേഴ്സ് ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. നമുക്കവർ ഒരു ഡിസ്പ്ലേസ്മെന്റ്, ഒരു SHMന്റെ ഡിസ്പ്ലേസ്മെന്റ് എക്സ്പ്രഷൻ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? നിസ്സാരമാണ് മക്കളെ, ശ്രദ്ധിക്കണം. ആദ്യം തന്നിരിക്കുന്ന എക്സ്പ്രഷൻ y ഈക്വൽ ടു 10 sin 20t plus 0.5. ഇതിൻ്റെ ജനറൽ എക്സ്പ്രഷൻ നമുക്ക് എല്ലാവർക്കും അറിയാലോ. y ഈക്വൽ ടു a sin ഒമേഗ ടി പ്ലസ് 5 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന, നമ്മൾ പഠിച്ച എക്സ്പ്രഷൻ ആണ് ഇതെന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതിൽ നിന്ന് ഓരോ കാര്യങ്ങളായിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞേ മക്കളെ. ആദ്യം ആംപ്ലിറ്റ്യൂഡാണ്. ആംപ്ലിറ്റ്യൂഡ് എത്രയായിരിക്കും? ഇവിടെ എയുടെ സ്ഥാനത്ത് ഇവിടെ എത്രയാണ്? 10 ആണ്. സോ ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു 10 മീറ്റർ. അടുത്ത് എന്താ പറഞ്ഞ? ആംഗുലർ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക, ഒമേഗ. സോ ഒമേഗ എത്രയായിരിക്കും മക്കളെ? ഇവിടെ ഒമേഗയുടെ സ്ഥാനത്ത് ഇവിടെ 20 ആണ്. സോ 20 റേഡിയൻ പെർ സെക്കൻഡ്. അടുത്ത് എന്താണ്? ഫ്രീക്വൻസിയും ടൈം പീരീഡുമാണ്. ടൈം പീരീഡ് നിസ്സാരമായി കണ്ടുപിടിക്കാം. ഒന്ന് എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി. ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? 2π ഒമേഗയാണ്. സോ 2π ഒമേഗ ഓൾറെഡി കണ്ടുപിടിച്ചു. എത്രയാണ്? 20 ആണ്. സോ 2π/20 വെട്ടിക്കളയാം. സോ 10 വരും. സോ ഈക്വൽ ടു π/10 എന്ന് വരും. പൈയുടെ വാല്യൂ എത്രയാണ്? 3.14 ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു 0.314 സെക്കൻഡ്. ടൈം പീരീഡ് കിട്ടി. ഇനി ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ന്യൂ ഈക്വൽ ടു എന്താണ്? 1 ടൈം പീരീഡ് ആണ്. സോ 1 ഡിവൈഡഡ് ബൈ 0.314 വിച്ച് വിൽ ബി ഈക്വൽ ടു 3.18 ഹേർട്സ് എന്ന് വരും. സോ ഫ്രീക്വൻസിയും കിട്ടി. അടുത്തത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഇനീഷ്യൽ ഫേസ് അഥവാ ഫൈ ആണ്. സോ ഫൈ വളരെ സിമ്പിൾ അല്ലടാ മക്കളെ. നോക്കടാ, ഇവിടെ എത്രയാണ് ഫൈ എന്ന് പറഞ്ഞാൽ? ഇവിടെ എത്രയാണ്? 0.5. സിമ്പിൾ. സോ ഫൈയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 0.5. സോ ഇത്രയും കാര്യം വ്യക്തമായി മനസ്സിലായി വിചാരിക്കുന്നു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ പരീക്ഷകളിൽ ചോദിക്കാം. ഈ പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് എക്സ്പ്രഷനിലുള്ള പാരാമീറ്റേഴ്സ് മാത്രമേ മാറത്തുള്ളൂ. ഈ മോഡലും ഈ സ്ട്രക്ചറും മനസ്സിലാക്കിയാൽ ഏത് ചോദ്യം ഇതേ പാറ്റേണിൽ ചോദിച്ചാലും നിങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. മക്കളെ, നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലൂടെ എടുക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ചോദ്യം കാണാൻ വേണ്ടി പറ്റും. ഏത് ചോദ്യം കണ്ടാലും മിനിമം ഒരു 2 തവണ മനസ്സിരുത്തി വായിക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചോദ്യത്തിനകത്ത് നൽകിയിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നതിലോട്ട് നമുക്ക് കിടക്കാം. റെഡിയല്ലേ? എല്ലാവരും തയ്യാറല്ലേ മക്കളെ? ശ്രദ്ധിക്കണം. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് ലീനിയർ SHM has a maximum velocity of 40 centimeter per second and maximum acceleration of 50 centimeter per second square. Find its amplitude, period of oscillation. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അഥവാ മാക്സിമം വെലോസിറ്റിയും മാക്സിമം ആക്സലറേഷനും ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡും അതുപോലെ തന്നെ പീരീഡും കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന കാര്യങ്ങൾ ഞാനൊന്ന് എടുത്ത് എഴുതുവാണ്. വി മാക്സിമത്തിൻ്റെ ഇക്വേഷൻ അറിയാം. മൈനസ് ഒമേഗ എ ആണ്. മാഗ്നിറ്റ്യൂഡ് എടുക്കുവാണെങ്കിൽ ഒമേഗ എ വരും. അത് എത്രയാണ്? 40 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നുണ്ട്. എ മാക്സിമത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് ഒമേഗ സ്ക്വയർ എ ആണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുവാണെങ്കിൽ ഒമേഗ സ്ക്വയർ എ എന്ന് വരും. അതെത്രയാണ്? 50 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നില്ല. കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ആദ്യം നമുക്ക് ഒമേഗ കണ്ടുപിടിക്കാം. സോ എ മാക്സ് ഡിവൈഡഡ് ബൈ വി മാക്സ് വിൽ ബി ഈക്വൽ ടു എന്ത് വരും? ഒമേഗ സ്ക്വയർ എ ഡിവൈഡ് ബൈ ഒമേഗ എ. ഏതൊക്കെ ക്യാൻസൽ ചെയ്യും? യെസ്, എല്ലാം ക്യാൻസൽ ആയി പോകും. ബാക്കി എന്താ ഉള്ളത്? ഒമേഗ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? 50/40 ഈക്വൽ ആയിരിക്കും. ക്യാൻസൽ ചെയ്താൽ 5/4 ഈക്വലൻ്റ് ആയിരിക്കും. സോ ഒമേഗ ഈക്വൽ ടു 5/4 റേഡിയൻ പെർ സെക്കൻഡ്. സോ ഒമേഗ നമുക്ക് ഏതിൽ കിട്ടും? റേഡിയൻ പെർ സെക്കൻഡിൽ. അത് എത്രയാണ്? 5/4 റേഡിയൻ പെർ സെക്കൻഡ്. എന്തിനാണ് ഒമേഗ കണ്ടുപിടിച്ചത്? ഒമേഗ ഇല്ലാതെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ പറ്റില്ല. നിസ്സാരമായി തന്നെ ടൈം പീരീഡ് കണ്ടുപിടിക്കാം. ടൈം പീരീഡ് ഈക്വൽ എന്താണ്? 2π ഒമേഗയാണ്. സോ 2π ഡിവൈഡ് ബൈ എത്രയാണ്? 5/4 എന്ന് വരും. സോ റെസിപ്രോക്കൽ എടുത്തോ. 2π ഇൻറ്റു 4/5 എന്ന് വരും. ഈക്വൽ ടു 8π/5 സെക്കൻഡ് എന്ന് വരും. ക്ലിയർ? പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓർ എൽസ് 8π/5 സെക്കൻഡ് എന്ന രീതിയിൽ നമുക്ക് വ്യക്തമായ രീതിയിൽ ഉത്തരം കിട്ടും. അടുത്തത് ശ്രദ്ധിക്കുക. ടൈം പീരീഡും അടുത്ത് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. വി മാക്സ് ഈക്വൽ ടു എന്താണ്?
ഒമേഗ എ ആണ്. സോ എ ഈക്വൽ ടു വി മാക്സ് ബൈ ഒമേഗ എന്ന് വരും. വി മാക്സ് എത്രയാണ്? വി മാക്സ് എന്ന് പറഞ്ഞാൽ 40 ആണ്. സോ 40 ഡിവൈഡ് ബൈ ഒമേഗ എത്രയാണ്? ഒമേഗ ഈക്വൽ ടു 5/4 ആണ്. റെസിപ്രോക്കൽ എടുക്കുവാണ്. സോ 40 ഇൻറ്റു 4/5 എന്ന് വരും. ക്യാൻസൽ ചെയ്യാം. യെസ്, 8 40 ആണ്. സോ 4 8 32 ആണ്. സോ 32 സെൻറ്റിമീറ്ററിൽ എഴുതണം. കാരണം ഇവിടെയുള്ളതെല്ലാം തന്നിരിക്കുന്നത് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിലും സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലുമാണ്. സോ ആംപ്ലിറ്റ്യൂഡ് കിട്ടി 32 സെൻറ്റിമീറ്റർ. സോ ഈ ചോദ്യം വ്യക്തമായി മനസ്സിലായി വിചാരിക്കുന്നു. ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്, പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആയി വിചാരിക്കുന്നു. മക്കളെ, നമുക്ക് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലൂടെ കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നൽകിയിട്ടുണ്ട്, നമുക്ക് വായിക്കാം. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട് SHM ഓഫ് ആംപ്ലിറ്റ്യൂഡ് A. At what distance from the mean position its kinetic energy is equal to its potential energy? Kinetic energy potential energy equivalent ആവുന്ന ഏത് ദൂരത്താണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവുക? ഒരു പാർട്ടിക്കിൾ ഉണ്ട്, SHM എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് A ആണ്. സോ അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ മീൻ പൊസിഷൻ ഇറ്റ്സ് കൈനറ്റിക് എനർജി വിൽ ബി ഈക്വൽ ടു ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി എന്നാണ് ചോദ്യം. നിസ്സാരമായി കണ്ടുപിടിക്കാൻ പറ്റില്ലേ? കണ്ടുപിടിക്കാം. ആദ്യം പക്ഷേ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയണം. എന്താണ്? ഹാഫ് mv² ആണ്, സംശയമില്ല. സോ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് m ഇൻറ്റു വെലോസിറ്റി എന്താണ്? മൈനസ് ഒമേഗ റൂട്ട് ഓഫ് a² മൈനസ് x² ആണ്. ഒരു ഹോൾ സ്ക്വയർ കൂടി ഇട്ട് കൊടുക്കുക. സോ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് m ഒമേഗ² a² മൈനസ് x². എൻ്റെ മക്കൾക്കറിയാം m ഒമേഗ² എന്ന് പറഞ്ഞാൽ k ആണ്, സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഓർ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. അത് ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. സോ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് k a² മൈനസ് x² എന്ന് വരും. ഇക്വേഷൻ നമ്പർ 1. അടുത്ത പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ അറിയാലോ, എന്താണ്? ഹാഫ് kx² ആണ്, ഓൾറെഡി പഠിച്ചതാണ്. ഇക്വേഷൻ നമ്പർ 2. രണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. ഏത് പോയിന്റിലാണ് അല്ലെങ്കിൽ ഏത് ദൂരത്താണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആണ്, ആ എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ കൈനറ്റിക് എനർജി വിൽ ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ആണ്. സോ ഹാഫ് ka² മൈനസ് x² ഈക്വൽ ടു ഹാഫ് kx². അകത്തോട്ട് ഹാഫ് k മൾട്ടിപ്ലൈ ചെയ്യുവാണ്. സോ ഹാഫ് ka² മൈനസ് ഹാഫ് kx² വിൽ ബി ഈക്വൽ ടു ഹാഫ് kx². ഈ മൈനസ് ഹാഫ് kx² റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാണ്. സോ ഹാഫ് ka² ഈക്വൽ ടു ഹാഫ്, ശ്രദ്ധിക്കുക, ഹാഫ് kx² പ്ലസ് ഹാഫ് kx². ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഹാഫ് kx² പ്ലസ് ഹാഫ് kx² എന്തിന് ഇക്വലൻ്റ് ആയിരിക്കും? ഹാഫ് ka² ഇക്വലൻ്റ് ആയിരിക്കും. ഇനി അടുത്ത പരിപാടി ഇതിനേക്കാളും സിമ്പിളാണ്, നിസ്സാരമായ പരിപാടിയാണ്. നോക്കടാ, ഹാഫ് ka² വിൽ ബി ഈക്വൽ ടു അര പ്ലസ് അര ഈക്വൽ ടു 1 ആണ്. സോ ഹാഫ് kx² പ്ലസ് ഹാഫ് kx² എന്തായിരിക്കും? kx² ഇക്വലൻ്റ് ആയിരിക്കും. കോമൺ ടേംസ് ക്യാൻസൽ ചെയ്യാം, k വെട്ടിക്കളഞ്ഞു. സോ a²/2 ഈക്വൽ ടു എന്ത് വരും? x² എന്ന് വരും. ദെർഫോർ x ഈക്വൽ ടു റൂട്ട് എടുക്കുക. സോ a/√2 എന്ന് വരും. ദിസ് ഈസ് ദ വാല്യൂ ഓഫ് x. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. വ്യക്തമായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഗൈസ്, നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലൂടെ കിടക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇൻ എ സിമ്പിൾ പെൻഡുലം മെയ്ഡ് ഓഫ് മെറ്റാലിക് വയർ, വാട്ട് വിൽ ഹാപ്പൻ ദ പീരീഡ് വെൻ ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്? ഗീവ് റീസൺ. ഒരു പെൻഡുലം ഉണ്ട്, അത് മെറ്റാലിക് വയർ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ടൈം പീരീഡിന് എന്തു മാറ്റം സംഭവിക്കും എന്നതാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മക്കളെ, ശ്രദ്ധിക്കടാ. ടൈം പീരീഡ് ഈക്വൽ ടു എന്താണ്? 2π√L/g ആണ്, എല്ലാവർക്കും അറിയാം. സോ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് അക്കോർഡിംഗ് ടു തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ നമുക്കറിയാം, തെർമൽ എക്സ്പാൻഷൻ പഠിച്ചതാണ്. ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞു വെച്ചാൽ ലെങ്ത് എന്ത് ചെയ്യും? കൂടും. സോ ലെങ്ത് കൂടിയ T ഈസ് പ്രപ്പോർഷണൽ ടു √L ആണ്. ലെങ്ത് കൂടി കഴിഞ്ഞു വെച്ചാൽ ടൈം പീരീഡ് എന്ത് ചെയ്യും? കൂടും. സോ ടൈം പീരീഡ് വിൽ ഇൻക്രീസസ്. എന്ത് ചെയ്യും? ടൈം പീരീഡ് കൂടും. ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ടൈം പീരീഡ് വിൽ ഇൻക്രീസസ് എന്നതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലൂടെ കിടക്കട്ടെ. അടുത്ത അന്തസ്സുള്ള ചോദ്യമാണ്, ശ്രദ്ധിക്കുക. The acceleration due to gravity on the surface of the moon is 1.7 meter per second square. So G moon equal to 1.7 meter per second square. What is the time period of the simple pendulum on the surface of the moon? So Tm ആണ് കണ്ടുപിടിക്കേണ്ടത്. If the time period of the surface of the earth is 3.5 second, അതായത് TE ഈക്വൽ ടു 3.5 സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ GE നമുക്ക് ഓൾറെഡി അറിയാം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഡയറക്റ്റായി തന്നെ കണ്ടുപിടിക്കാം. ഈ പറയുന്ന ടൈം പീരീഡ് കണ്ടുപിടിക്കാം. അതേ പെൻഡുലമാണ് മൂണിൽ എടുത്തിട്ട് പോകുന്നത്. സോ ലെങ്ത് മാറ്റമില്ല. എന്താണോ എർത്തിലുള്ള പെൻഡുലത്തിന്റെ ലെങ്ത്, അതേ സിമ്പിൾ പെൻഡുലം തന്നെയാണ് മൂണിലും കൊണ്ടുപോകുന്നത്. സോ ലെങ്ത് വിൽ ബി ദ സെയിം.
സോ ആദ്യം ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എഴുതാം. ടി ഈക്വൽ എന്താടാ 2π√L/g ആണ്. ഇനി ടൈം പീരീഡ് ഓഫ് ദ എർത്ത് ആണെങ്കിലോ യെസ് 2π√L/GE എന്ന് എഴുതാം. ടൈം പീരീഡ് ഓഫ് ദ മൂൺ ആണെങ്കിലോ 2π√L/GM എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? രണ്ടും കൂടി ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ടൈം പീരീഡ് ഓഫ് ദ മൂൺ ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് ഓഫ് ദ എർത്ത്. സോ 2π√L/GM ഡിവൈഡഡ് ബൈ 2π√L/GE. കോമൺ ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്യാം. 2π ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇതിനൊന്ന് റെസിപ്രോക്കൽ എടുക്കുവാണ്. √L/GM ഇൻറ്റു GE ഡിവൈഡഡ് ബൈ L. ലെങ്ത് രണ്ടും സെയിം ആണ്, ക്യാൻസൽ ചെയ്തു. സോ ബാക്കി എന്താ ഉള്ളത്? √GE ഡിവൈഡഡ് ബൈ GM മാത്രമേ ഉള്ളൂ. സോ ഗൈസ് വി ക്യാൻ സിംപ്ലി കൺക്ലൂഡ് ദ ആൻസർ ആസ് TM ഡിവൈഡഡ് ബൈ TE ഈക്വൽ ടു ഇവിടെ എന്താണ്? √GE ഡിവൈഡഡ് ബൈ GM ആണ്. സോ TM വിൽ ബി ഈക്വൽ ടു TE ഇൻറ്റു √GE ഡിവൈഡഡ് ബൈ GM എന്ന് വരും. ക്ലിയർ അല്ലേ? സോ ടൈം പീരീഡ് ഓൺ ദ മൂൺ വിൽ ബി ഈക്വൽ ടു ടൈം പീരീഡ് ഓൺ ദ എർത്ത്. ടൈം പീരീഡ് ഓൺ ദ എർത്ത് ഓൾറെഡി ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട്. എത്രയാണ്? 3.5 സെക്കൻഡ് ആണ്. സോ 3.5 ഇൻറ്റു √ എർത്തിലുള്ള ആക്സലേഷനോട് ഗ്രാവിറ്റി എത്രയാണ്? 9.8 ആണ്. മൂണിൽ അവർ നമുക്ക് നൽകിയിട്ടുണ്ട് എത്രയാണ്? 1.7 ആണ്. സോ ഇറ്റ് ഈസ് 1.7. സോ വി വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ ആസ് 8.40 സെക്കൻഡ്. സോ ആൻസർ എത്രയാണ്? 8.40 സെക്കൻഡ്. സിമ്പിളായ ചോദ്യമാണ്, വ്യക്തമായി മനസ്സിലായിരിക്കും. ഒരു ചോദ്യം കൂടി നമുക്ക് വർക്കൗട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സെക്കൻഡ്സ് പെൻഡുലം? സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ ലെങ്ത് എത്രയാണ് എന്നതാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. നമുക്ക് ആ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ അറിയാം. ടി ഈക്വൽ ടു 2π√L/g ആണ്. സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ് ആണ്. സോ 2 ഈക്വൽ ടു 2π√ എന്ത് വരും? L/g. നമുക്ക് എല്ലാം കണ്ടുപിടിക്കുന്നത് 2 സൈഡും സ്ക്വയർ ചെയ്യാം. സോ 4 ഈക്വൽ ടു എന്ത് വരും? 4π² L/g എന്ന് വരും. Therefore L ഈക്വൽ ടു എന്ത് വരും? 4g ഡിവൈഡഡ് ബൈ 4π² എന്ന് വരും. 4ഉം 4ഉം ക്യാൻസൽ ചെയ്യാം. സോ L ഈക്വൽ ടു 9.8 ഡിവൈഡഡ് ബൈ 3.14 ഹോൾ സ്ക്വയർ. സോ L ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 മീറ്റർ എന്ന് വരും. ക്ലിയർ? സോ ലെങ്ത് ഓഫ് ദ സെക്കൻഡ്സ് പെൻഡുലം എത്രയായിരിക്കും? 1 മീറ്റർ ആയിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഉറപ്പായും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. വ്യക്തമായി മനസ്സിലായി വിചാരിക്കുന്നു. ടേക്ക് കെയർ.